പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പച്ചപ്പട്ട് വിരിച്ച മലനിരകളും കോടമഞ്ഞും പുൽമേടുകളും നിറഞ്ഞിട്ടുള്ള അതിസുന്ദരമായ എന്ന് മാത്രം പറഞ്ഞാൽ പറ്റില്ല, ഇടുക്കിയുടെ മരതകം തന്നെയാണ് വാഗമൺ. ഏഷ്യയുടെ സ്കോട്ട്ലൻഡ് എന്നാണ് വാഗമൺ അറിയപ്പെടുന്നത്. നേച്ചറിനെ ഇഷ്ടപ്പെടുന്നവർക്ക് വാഗമൺ ഒരു ബെസ്റ്റ് പ്ലേസ് തന്നെയായിരിക്കും. 1926 വാൾട്ടർ ഡങ്കൻ ആൻഡ് കമ്പനിയാണ് വാഗമണിൽ ആദ്യമായി ടീ പ്ലാന്റേഷൻ ആരംഭിക്കുന്നത്. ക്യൂൻ ഓഫ് ദ മിസ്റ്റ് എന്നാണ് വാഗമണ്ണിനെ ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചിരിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1200 അടി ഉയരത്തിലാണ് വാഗമൺ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ജോഗ്രഫിക് ട്രാവലേഴ്സ് ഡയറക്ടറിയിൽ ഇന്ത്യയിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള 50 സ്ഥലങ്ങളിൽ ഒന്നായിട്ടാണ് ഈ വാഗമൺ ഇടം പിടിച്ചിരിക്കുന്നത്. വാഗമണ്ണിൻ്റെ മറ്റൊരു എൻ്റർടൈൻമെൻറ്റ് ഏരിയയാണ് അഡ്വഞ്ചർ പാർക്ക്. ഇവിടെ പ്രവേശിക്കണമെങ്കിൽ മുതിർന്നവർക്ക് 25 രൂപയും കുട്ടികൾക്ക് 15 രൂപയും, നമ്മുടെ വാഹന ഉള്ളിലേക്ക് പ്രവേശിക്കാനായി 30 രൂപയും കൊടുക്കണം. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ജെയിൻറ്റ് സ്വിങ്ങും ഗ്ലാസ് ബ്രിഡ്ജും മറ്റ് നിരവധി എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളും ഇവിടെയുണ്ട്. പക്ഷേ ഇതിനെല്ലാം പ്രത്യേകം ടിക്കറ്റ് എടുക്കേണ്ടതാണ്. 1940 തിരുവിതാംകൂറിൽ നിന്നും, അത് മാത്രമല്ല മദ്രാസിൽ നിന്നെല്ലാം ധാരാളം ആളുകൾ ഇവിടേക്ക് കുടിയേറി പാർത്തു. പിന്നീട് കേരളം രൂപീകരിച്ചതോടെ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകളും ഇവിടേക്ക് വന്നു തുടങ്ങി. ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷനാണ് മെഡോസ്, മൊട്ടക്കുന്നുകൾ. വാഗമണ്ണിൻ്റെ ഐഡൻറ്റിറ്റി തന്നെ ഈ കുന്നുകളാണ്. മഞ്ഞു മൂടിയ ഈ കുന്നുകൾ കാണാൻ നല്ല ഭംഗിയാണ്. അടുത്തൊരു സ്പോട്ടാണ് പൈൻ ഫോറസ്റ്റ്. ധാരാളം സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മുരുകന്മലയും കുരിശുമലയും തങ്ങൾപാറയെല്ലാം അടുത്ത വരവിന് കാണാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്തുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.